എല്ലാ ബഹുമാന്യരായിട്ടുള്ള ജനപ്രതിനിധികളും എല്ലാവരെയും പേരെടുത്ത് പറഞ്ഞതായിട്ട് കണക്കാക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. DMOയും DPMും അതുപോലെ ആർമി നോഡൽ ഓഫീസറും നമ്മുടെ സൂപ്രണ്ടും ഉൾപ്പെടെ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, ജനകീയ പ്രസ്ഥാനങ്ങളിലെ നേതാക്കളെ, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, നട്ടുച്ച സമയമാണ്. ഇന്ന് നമ്മുടെ ഈ പെരിങ്ങോം താലൂക്ക് ആശുപത്രിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വികസന പ്രവർത്തനം അത് യാഥാർത്ഥ്യമായി കൺമുന്നിൽ കാണുമ്പോൾ ഈ ഒരു ഉദ്ഘാടന ചടങ്ങിലേക്ക് എത്തിച്ചേർന്ന നിങ്ങൾ ഓരോരുത്തരോടും ഹൃദയപൂർവ്വം നന്ദിയും സ്നേഹവും ആദരവും അറിയിക്കുകയാണ്. സത്യത്തെ മറച്ചു പിടിക്കാൻ കഴിയില്ല എന്നുള്ളതിന്റെ സാന്നിധ്യമാണ്, ഉറപ്പാണ് നിങ്ങളുടെ ഓരോരുത്തരുടെയും സാന്നിധ്യം. നമ്മുടെ കേരളത്തിന്റെ ആരോഗ്യ മേഖലയെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷ സർക്കാർ 2016 ചുമതല ഏറ്റെടുത്തപ്പോൾ മുതൽ നമ്മളൊരു മിഷൻ അടിസ്ഥാനത്തിലാണ് പ്രവർത്തനങ്ങൾ നടത്തി വന്നത്. ആർദ്രം മിഷൻ. ആ മിഷന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ആശുപത്രികളിലെ അടിസ്ഥാന സൗകര്യ വികസനം നമ്മൾ കൃത്യമായി ആസൂത്രണം ചെയ്തു. കിഫ്ബി ആവിഷ്കരിച്ചു. വിവിധ പദ്ധതികളിലൂടെ ഫണ്ട് അനുവദിച്ചു. അതിന്റെ നല്ല ഉദാഹരണങ്ങൾ നമ്മുടെ നിയമസഭാ മണ്ഡലത്തിൽ തന്നെയുണ്ട്. പയ്യന്നൂരിലെ നമ്മുടെ ആശുപത്രി, പെരിങ്ങോം താലൂക്ക് ആശുപത്രി, ആരോഗ്യ കേന്ദ്രങ്ങൾ, ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ. ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി രാവിലെ രാജ്യാന്തര ആയുർവേദ ഗവേഷണ കേന്ദ്രം രാവിലെ ഉദ്ഘാടനം ചെയ്ത നാടിന് സമർപ്പിച്ചു. അതിന്റെ ആദ്യഘട്ടം 100 ബെഡുള്ള ആശുപത്രി, താളിയോല ഗ്രന്ഥങ്ങൾ ശേഖരിക്കുന്ന സെന്റർ, ഗവേഷണ കേന്ദ്രം ഉൾപ്പെടെ ആദ്യമായി രാജ്യത്ത്, ലോകത്തിനുള്ള നമ്മുടെ ഒരു സംഭാവനയാണ് രാജ്യാന്തര ആയുർവേദ ഗവേഷണ കേന്ദ്രം. നമ്മുടെ ജില്ലയിലെ തന്നെ എത്ര ആശുപത്രി, കണ്ണൂർ ജില്ലാ ആശുപത്രി പുതിയ കെട്ടിടം സാധ്യമായി. ഞാൻ പയ്യന്നൂരിന്റെ കാര്യം പറഞ്ഞു. കൂത്തുപറമ്പ് ഇപ്പോൾ ഏതാണ്ട് എല്ലാ ആശുപത്രിയിലും ഉള്ളതായിരുന്നു. അപ്പൊ 4 കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസേഴ്സിനെ ഇവിടെ പുതിയ തസ്തിക സൃഷ്ടിച്ചപ്പോൾ പെരിങ്ങോമിന് വേണ്ടി മാത്രമായിട്ട് അനുവദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ജനറൽ മെഡിസിൻ ഒരു ജൂനിയർ കൺസൾട്ടന്റ് തസ്തിക കൂടി അനുവദിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്കിപ്പോ 12 പേരായിട്ടുണ്ടാവുന്നു ഡോക്ടർമാരുടെ എണ്ണം. നമുക്കൊരു കിടത്തി ചികിത്സ ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഡോക്ടർമാരുടെ എണ്ണമായിട്ടുണ്ട്. അനുബന്ധമായി കൂടുതൽ സൃഷ്ടിക്കുന്നതിനാണ് നമ്മൾ ശ്രമിക്കുന്നത്. കാരണം നമ്മൾ ഇനിയൊരു പയ്യന്നൂരോ അല്ലെങ്കിൽ മറ്റു ആശുപത്രികളിലേക്ക് എത്തുന്നതിന് കുറെ ദൂരം സഞ്ചരിച്ചാണ് എത്തേണ്ടതായിട്ടുള്ളത്. അതുകൊണ്ട് ഈ താലൂക്ക് ആശുപത്രിയെ പൂർണ്ണതോതിൽ ഒരു താലൂക്ക് ആശുപത്രിയുടെ നിലയിൽ പ്രവർത്തിപ്പിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിനാണ് സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. ഇപ്പോ ബഹുമാനപ്പെട്ട MLAയുടെ ഫണ്ടിൽ നിന്ന് 38 ലക്ഷം രൂപ ഫേർണിച്ചറിന് വേണ്ടിയിട്ട് അനുവദിച്ചിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം കൂടി ആകുമ്പോൾ തീർച്ചയായിട്ടും ഒരു നാടിന്റെ സ്വപ്നം, നമ്മുടെ ഈ നാടിന്റെ സ്വപ്നമാണ് ഇവിടെ നല്ലൊരു ആശുപത്രി വരുന്നത്. അപ്പൊ ആർദ്ര മിഷന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ചെയ്തത് എന്താണ്? ഇടതുപക്ഷം പരിശോധിക്കുന്ന ലാബുകൾ തുടങ്ങുന്നതിന് അന്നത്തെ സർക്കാർ, 10 വർഷം മുൻപുള്ള സർക്കാർ, 2011, 15, 16 കാലഘട്ടത്തിലെ സർക്കാർ ആലോചിച്ചെങ്കിലും അത് നടന്നില്ല. കൊച്ചിൻ ക്യാൻസർ സെന്റർ ആരംഭിക്കാൻ ആലോചിച്ചു, നടന്നില്ല. അപ്പോ ഇന്ന് നമ്മൾ എന്താ ചെയ്യുന്നത്? ആ ലാബുകൾ എല്ലായിടത്തും സ്ഥാപിച്ചു. 1300 ആരോഗ്യ കേന്ദ്രങ്ങളിൽ സ്ഥാപിച്ചു. അതുകൂടാതെയോ ഇന്ന് ഹൃദ്രോഗ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടുള്ള കാത്ത് ലാബുകൾ ജില്ലാ ആശുപത്രികളിൽ സ്ഥാപിക്കാൻ നമുക്ക് കഴിഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഞാൻ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല. ഞാൻ ഒരു കാര്യം മാത്രമേ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ആർക്കു വേണ്ടിയിട്ടാണ് കേരളത്തിന്റെ ആരോഗ്യ രംഗത്തെ, സർക്കാർ ആരോഗ്യ മേഖലയെ ആക്രമിക്കുന്നത്? ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ട് ഉണ്ട്. നമ്മൾ കണ്ണിൽ മുമ്പിൽ നോക്കുമ്പോൾ പുതിയ അടിസ്ഥാന സൗകര്യങ്ങളായി, പുതിയ ചികിത്സാ സംവിധാനങ്ങളായി നമ്മുടെ മലബാർ ക്യാൻസർ സെന്റർ തലശ്ശേരിയിൽ റോബോട്ടിക് സർജറി അവിടെയുണ്ട്.
കാർട്ടിസൺ തെറാപ്പി എന്ന് പറഞ്ഞൊരു ക്യാൻസർ ചികിത്സയുണ്ട്. എന്താണെന്നറിയുമോ? ക്യാൻസർ ഇല്ലാത്ത കോശങ്ങളെ കൊണ്ട് ക്യാൻസർ ഉള്ള കോശങ്ങൾ ചികിത്സിപ്പിക്കുക. ഞാനിത് ഒരു മുഖ്യധാര മാധ്യമവും പറയാത്തത് കൊണ്ട് കൂടിയാണ് ഇവിടെ പറയുന്നത്. പുറത്ത് 50-60 ലക്ഷം അതിനു മുകളിലാണ് ആ കാർട്ടിസൺ തെറാപ്പിക്ക്. ലോകത്തിലെ തന്നെ ഏറ്റവും നൂതനമായ ക്യാൻസർ ചികിത്സകളിൽ ഒന്നാണിത്. നമ്മുടെ മലബാർ ക്യാൻസർ സെന്ററിൽ ചെയ്യുന്നുണ്ട്. ഈ രാജ്യത്തെ സർക്കാർ ആശുപത്രികൾ അപൂർവമായി മാത്രമേ ചെയ്യുന്നുള്ളൂ. 1-2 ഇടത്ത് മാത്രമേ ചെയ്യുന്നുള്ളൂ. അത് നമ്മുടെ മലബാർ ക്യാൻസർ സെന്ററിൽ ചെയ്യുന്നുണ്ട്. മജ്ജമാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ 20-25 ലക്ഷം രൂപയാണ് സ്വകാര്യ ആശുപത്രിയിൽ. കുഞ്ഞുങ്ങൾക്ക് പൂർണ്ണമായി സൗജന്യമായി, BPL വിഭാഗത്തിന് സൗജന്യമായി, ഗ്യാസ് ഉള്ളവർക്ക് അതിൽ APL വിഭാഗത്തിന് വളരെ മിതമായ നിരക്കിൽ മലബാർ ക്യാൻസർ സെന്ററിൽ ചെയ്യുന്നു. അപ്പൊ ഇനി ഒരു വർഷം 1600 കോടി രൂപയാണ് സർക്കാർ സൗജന്യ ചികിത്സയ്ക്ക് വേണ്ടി ചെലവഴിക്കുന്നത്. കുത്തകകൾ ഏറ്റെടുത്തു കഴിഞ്ഞു, ആഗോള കുത്തകകൾ. അപ്പൊ അത് കേന്ദ്ര നയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആരോഗ്യ മേഖല ഓപ്പൺ ചെയ്തു കൊടുത്തു. പ്രൈവറ്റൈസേഷൻ, കൂടുതൽ ആഗോള കുത്തകകൾ കടന്നു വരുന്നതിന് വേണ്ടിയിട്ടുള്ള രീതിയിൽ അത് തുറന്നു കൊടുത്തു. നയത്തിൽ വ്യത്യാസമുണ്ടാക്കി. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ മുഴുവൻ ഇതുണ്ട്. പക്ഷേ കേരളത്തിന് പുറത്ത് ഒരു ബെഡിന് 1.5 കോടി രൂപയാണ് നിക്ഷേപം. ഒരു ബെഡിന് 1.5 കോടി രൂപയാണ് ഈ കുത്തകൾ നിക്ഷേപിച്ചിരിക്കുന്നത്. കേരളത്തിൽ ആ 1.5 കോടിയുടെ സ്ഥാനത്ത് 2.5 കോടിയാണ് നിക്ഷേപിച്ചിരിക്കുന്നത്. ഇപ്പൊ ഈ പറയുന്നത് നമ്മൾ യൂട്യൂബില് നെറ്റ് കണക്ഷൻ ഉണ്ടെങ്കിൽ ഡോക്ടർ കൈമൾ എന്ന് പറഞ്ഞൊരു ഡോക്ടറുണ്ട്. അദ്ദേഹമൊക്കെ ഉൾപ്പെടെ ഇതിനെക്കുറിച്ച് തുറന്ന് സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ ആഗോളമെങ്കിൽ അത് നടപ്പിലാവില്ല, നടക്കാൻ പോകുന്നില്ല എന്നുള്ളത് മാത്രം പറഞ്ഞുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ഒരുപാട് കാര്യം സംസാരിക്കുന്നതിന് വേണ്ടിയുണ്ട്. പക്ഷെ എനിക്കിനി പുഴാതിയിൽ പോകണം. അതിന് ശേഷം തിരിച്ചു ഒരു കാലത്ത് നമ്മുടെ ഈ മേഖലയിലുള്ള എല്ലാവരും ആശ്രയിച്ചു വന്നിരുന്ന ഒരു ആശുപത്രി മികച്ച നിലയിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. കുറവുകളില്ല എന്നുള്ളതല്ല, സ്വാഭാവികമാണ്. ഓരോ ഘട്ടങ്ങളിലും അത് മനസ്സിലാക്കി പരിഹരിച്ചു പോവുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ളത്. അത് പരിഹരിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ പെരിങ്ങോം താലൂക്ക് ആശുപത്രി വളരെ മനോഹരമായിട്ടുള്ള ഒരു കെട്ടിടം. ഇത് നമസ്കാരം. പെരിങ്ങോം താലൂക്ക് ആശുപത്രി ഇന്ന് ഉദ്ഘാടനം ചെയ്യുകയാണ്. താലൂക്ക് ആശുപത്രി പരിസരത്തു നിന്നാണ് ഇപ്പോൾ ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത്. ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് ഇതിൻ്റെ ഉദ്ഘാടനം നടക്കുകയാണ്. ഇതിൽ പ്രധാന ഒരു കാര്യം പറയാനുള്ളത്, ഈ താലൂക്ക് ആശുപത്രി സ്ഥിതി ചെയ്യുന്ന ഇത് ഇപ്പോൾ ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്ന ഈ സ്ഥലം സംഭാവന ചെയ്തത് പഴയകാല കോൺട്രാക്ടറായ കുഞ്ഞനന്ദൻ നമ്പ്യാരാണ്. അദ്ദേഹത്തിൻ്റെ മകന് എന്താണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കാനുള്ളതെന്ന് നോക്കാം. അത് എത്ര കാലമായിട്ട് പെരിങ്ങോം നിവാസികളുടെ മാത്രം പറഞ്ഞുകൂടാ, ഇത് ഈ പെരിങ്ങോം വൈക്കര ഗ്രാമപഞ്ചായത്തിൻ്റെ ഒരു വലിയൊരു സ്വപ്നമാണ് ഇത്തരത്തിൽ ഒരു വലിയ രീതിയിൽ ഒരു താലൂക്ക് ആശുപത്രി ഉണ്ടാവുക എന്നുള്ളത്. ഈ സംരംഭങ്ങളൊക്കെ തുടങ്ങിയിട്ട് കുറേ കാലമായി. ഏതായാലും ഇന്നതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് എത്തുകയാണ്. ഇതിനുവേണ്ടി സഹകരിച്ച എല്ലാ ആൾക്കാരോടും ഇതിന് സംഭാവന നൽകിയ ഒരു പിതാവിൻ്റെ മകൻ എന്ന നിലയിൽ എനിക്ക് കടപ്പാട് നന്ദി. എത്ര ഏക്കർ സ്ഥലമാണ് ഇതിന് കൊടുത്തത്? 2 ഏക്കർ 20 സെന്റ്. 2 ഏക്കർ സെന്റ് 20 സെന്റ് സ്ഥലം നിങ്ങൾ കൊടുത്തിരുന്നു. അതെ അതെ. ഈ ആശുപത്രി ഇവിടെ നിലവിൽ വന്നാൽ ഇതിൽ ഡോക്ടർമാരുണ്ടാകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. നിലവിൽ ഈ ആശുപത്രി പ്രവർത്തനം തുടങ്ങിയിട്ട് എത്ര കാലമായിരുന്നു? തുടങ്ങിയിട്ട് ഈ പുതിയ ബ്ലോക്കിലേക്ക് വന്നിട്ട് എനിക്കൊന്നൊരു 94 മുതൽ വന്നതാണ്. 93-94. ഈ നാട്ടുകാരെല്ലാം സഹകരിക്കുന്നുണ്ടോ ഈ പരിപാടിക്ക്? സഹകരണമൊക്കെ രാഷ്ട്രീയ പാർട്ടികളെല്ലാം സഹകരിക്കുന്നുണ്ടോ? ഉണ്ടല്ലേ? ഓക്കെ. വേറെന്താണ് പറയാനുള്ളത് ഇതിനെക്കുറിച്ച്? മറ്റേ ഇത് കുറച്ചുകൂടി ഏതായാലും നമ്മുടെ പൈസ MLA ഒക്കെ ഇടപെടൽ കൊണ്ട് നല്ല കാര്യം ഉണ്ടായിട്ടുണ്ട്. ഒന്ന് ഇവിടെ ഡയാലിസിസ് ഒരു സെന്ററിന് വേണ്ടിയിട്ട് 1 കോടി റുപ്യോളം 1,70 ലക്ഷം രൂപയൊക്കെ പാസ്സായിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ മലയോര മേഖലയിലെ ആൾക്കാർ ഡയാലിസിന് വേണ്ടി പല സ്ഥലത്തും പോകേണ്ട ആവശ്യമില്ല. അവർക്ക് അടുത്ത് തന്നെ പെരിങ്ങോത്തായി. അപ്പോൾ അത് പെരിങ്ങോത്തന്റെ മുഖച്ഛായ തന്നെ മാറുമെന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷേ ഡോക്ടർമാർ വേണം അല്ലേ? ഡോക്ടർമാരുടെ ഇപ്പം അത് ആരുടെയും കുറ്റമൊന്നുമല്ല. ദൂരത്തു നിന്നൊക്കെ വരുന്ന ഡോക്ടർമാർ ലീവ് എടുത്ത് പോവാണ്. അതിന് നമ്മളിപ്പം അധികൃതരെ കുറ്റം പറഞ്ഞു കിട്ടുന്ന കാര്യമില്ല. അത് കുറെ കാലമായി ഒരു സംവിധാനം നിലനിൽക്കുന്നതുകൊണ്ടാണ്.
Thank you.